പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി നൽകി. നമുക്ക് രാവിലെ, ഞങ്ങളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് മുൻപാണ് രാവിലെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് നിങ്ങളുടെ പക്കലേക്ക് ഉടനെ എത്തിയെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഇത് നിങ്ങൾക്ക് എത്തുന്നത് വൈകുന്നേരത്തേക്കായിരിക്കും. ഏതായാലും ഇതെത്തിയാൽ ഉടനെ തന്നെ കേൾക്കുവാനിടയാക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്. ദൈവവചനം അനുസരിക്കുന്നത് അത് നമ്മുടെ കടപ്പാടാണ്, ബാധ്യതയാണ്. അത് അനുഗ്രഹമാണ്. എത്ര നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഒരു മിഥ്യാമൂർത്തിയല്ല, സത്യദൈവത്തെ, എല്ലാത്തെയും ഉളവാക്കിയ ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ആ കർത്താവിൻ്റെ പാതയിൽ കർത്താവിൻ്റെ ആടുകളായി അവിടുത്തെ ഇടയ പരിപാലനയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ. ഈ ആത്മാവിന് നടത്തപ്പെടുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ വിഷയത്തിലേക്ക് തന്നെ വേഗം വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പുത്രനാം ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൽ പുത്രനാം ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയായിരുന്നു. കുറേ അറിവുകളൊക്കെ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ നാമങ്ങളിലൂടെ ആ നാമങ്ങൾ ദൈവമാണെന്നുള്ളതിന് തെളിവാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാത്രം സവിശേഷതയാണ് അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവവ്യാപിയാണ്. ഈ 3 ഗുണങ്ങൾ ദൈവത്തിന് മാത്രമുള്ള ഗുണങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ദൈവം സർവശക്തനാകുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ അനേക കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. രണ്ടാമത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാകുന്നു എന്നുള്ളതാണ്. സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മളതിന് ചില കാര്യങ്ങളൊക്കെ കണ്ടുവന്നപ്പോൾ സമയം ഒരുപാട് പോയതുകൊണ്ട് നമ്മൾ അവിടെ ഇടയ്ക്ക് നിർത്തുകയുണ്ടായി. അപ്പോൾ ഇത് അവിടുന്ന് നമുക്ക് ആരംഭിക്കാം. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാം അറിയാം. അവിടത്തേക്ക് അറിയത്തില്ലാത്തതായിട്ട് ഒരു കാര്യവുമില്ല. അവിടുന്ന് സകലവും അറിയുന്നു. നമ്മുടെ ഒരു തലമുടി നാര് കൊഴിയുന്നത് പോലും ദൈവം അറിയുന്നു. അതിനെപ്പോലും എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുക. നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യത്തിൽ നഥനയേൽ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് നഥനയേലിനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. അതതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യത്തിലാണ്. താൻ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനത് രണ്ടും വായിക്കാം. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. അപ്പം നഥനയേലിനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നഥനയേലിന് ഭയങ്കര ഒരു അതിശയം. കാരണം നഥനയേൽ കർത്താവിനെ കണ്ടിട്ടില്ല, അവരാദ്യം കാണുക. എന്നാൽ നഥനയേലിൻ്റെ ജീവിതം മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെ കർത്താവ് നഥനയേലിനെ കുറിച്ച് പറയുക, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയനാണ്, ഇവൻ്റെ ഹൃദയത്തിൽ കപടതയില്ല. എത്ര നല്ല സാക്ഷിയല്ലേ! കപടതയില്ലാത്തൊരു ഹൃദയം. ഇന്ന് എത്രയോ പേര് എന്തുമാത്രം കപടത വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവിന് അങ്ങനെ പറയാൻ കഴിയുമോ? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് നമ്മളെ കാണുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ കൂടി വരുമ്പോഴൊക്കെ കൂടി വരുന്നവരുടെ എല്ലാം ഹൃദയം കാണുന്നവൻ കർത്താവാണ്. അവിടെ നമ്മുടെ ഹൃദയത്തെ കാണുന്നു. ഹൃദയം, നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാം അറിയുന്ന ദൈവം. പലപ്പോഴും നമ്മൾ കൂടി വരുമ്പോഴെല്ലാം ഞാൻ ആരുടെ അടുക്കലാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമല്ലേ, ജോസഫിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങളൊരപ്പൻ്റെ മക്കളാ, ഞങ്ങൾ 12 പേരാ, അല്ലോ ഒരുത്തന് ഇപ്പം അപ്പൻ്റെ അടുക്കലുണ്ട്, പിന്നെ ഒരുത്തനങ്ങ് കഴിഞ്ഞു പോയി എന്ന് പറയാൻ മരിച്ചുപോയി. ഞങ്ങൾ സത്യസന്ധരാ, ഞങ്ങൾ ഒരിക്കലും കള്ളം പറയത്തില്ല. നോക്കണം, ഈ ആരുടെ അടുക്കലായി പറയുന്നേ? മരിച്ചു പോയെന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ നിന്നുണ്ടായി പറയുന്നത്. ഇങ്ങനെയുള്ള സത്യസന്ധരുമുണ്ട്.
അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, കപടതയാണ്. അവർ പറയുന്നത് വെറും പച്ചക്കള്ളം. അവർ തന്നെ സ്വന്തം സഹോദരനെ അടിമയായി 20 വെള്ളിക്കാശിന് വിറ്റതാണ്. അവൻ എവിടെയാണെന്ന് പോലും അവർക്കറിയത്തില്ല. ഇപ്പോൾ അവൻ്റെ മുമ്പിൽ അവർ നിൽക്കുന്നതെന്നും അവർക്കറിയത്തില്ല. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ്റെ കർത്താവേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞതൊന്നും കേട്ടനുസരിച്ചില്ല. കർത്താവിന് യാതൊരു ബഹുമാനം കൊടുത്ത് ജീവിച്ചില്ല. എന്നാലും ആ വരവും ആ വിളിയെല്ലാം കേട്ട് കഴിഞ്ഞാൽ ചിലരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറയല്ലേ, നേരെ നിൽക്കുന്ന മരം കുനിഞ്ഞു വരുമെന്ന്. വലിയ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അഭിനയം. നമുക്ക് അങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പിതാവിനോട് അഭിനയ സ്വരത്തിൽ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ അറിവില്ലായ്മയാണ്, കപടതയാണ്, വഞ്ചനയാണ്. അപ്പോൾ ഇവിടെ നഥനയേലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. അപ്പോൾ ഒരു സാക്ഷാൽ ഇസ്രായേലിയൻ എങ്ങനെയായിരിക്കണം? കപടതയില്ലാത്തവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം? കപടതയില്ലാത്തവനായിരിക്കണം. കപടത ദൈവം ഏറ്റവും വെറുക്കുന്നു. ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കപടതയെ കർത്താവ് ഭയങ്കരമായി ശാസിക്കുന്നതായിട്ട് മത്തായി 23-ാം അധ്യായത്തിൽ നമുക്ക് തുടർമാനമായിട്ട് 8 പ്രാവശ്യം തുടർമാനമായിട്ട് കപടി ശാസ്ത്രിയോ പരീക്ഷയോ എന്ന് പറയുന്നത് കേൾക്കണം. ഹായ് കഷ്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ഏറ്റവും വെറുക്കുന്ന ഒന്ന് കപടത. ഇവിടെ നഥനയേലിനെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം. ഇതാ, ഇവനിൽ കപടതയില്ല, കപടമില്ലാത്തവൻ. നഥനയേലിന് ഭയങ്കര അതിശയായിപ്പോയി. ഉടനെ നഥനയേൽ ചോദിക്കുകയാണ്, അതിൻ്റെ 48-ാം വാക്യം. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ നഥനയേൽ പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം നമ്മുടെ കർത്താവ് കാണുന്നു. ഇത് എത്ര വലിയൊരു അറിവല്ലേ! നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ 139-ാം സങ്കീർത്തനം വളരെ വിലപ്പെട്ട സങ്കീർത്തനമാണ്. നമ്മൾ 139-ാം സങ്കീർത്തനം അവിടെ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നോ, ഞാൻ അങ്ങനെയല്ലെന്നോ ഒക്കെ നമുക്ക് പറഞ്ഞ് മനുഷ്യരെ കളിപ്പിക്കാം. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റിയല്ല. നമ്മൾ ചിന്തിക്കണം. അപ്പം ദൈവം എല്ലാം അറിയുന്നവനാണ് പ്രിയമുള്ളവരെ. ഇവിടെ നഥനയേൽ ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നഥനയേൽ ഉടനെ ഉത്തരം പറഞ്ഞ എന്നാ അറിയാമോ? അതിന് 49-ാം വാക്യം. നഥനയേൽ അവനോട്, റബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് ഉത്തരം പറഞ്ഞു. കേട്ടോ, ഉടനെ തന്നെ ഗുരു, അവിടെ എൻ്റെ ഗുരു എന്നാ നഥനയേൽ പറയുന്നത്. എൻ്റെ ഗുരു നീ ദൈവപുത്രനാണ്. നോക്കുക, എത്ര വിലപ്പെട്ട പ്രകാശനമാണ്. അത്രയും പറഞ്ഞപ്പോൾ തന്നെ നഥനയേൽ ഹൃദയത്തിൽ ഈ കർത്താവിനെ അറിഞ്ഞു. അത് വെളിപ്പെട്ട് കിട്ടിയെന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഈ സമുദ്രത്തിലുള്ള മത്സ്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ചും അവൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ചും എല്ലാം കർത്താവിന് നല്ലവണ്ണം അറിയാം. നമുക്കറിയാം, പത്രോസിനെ സന്ധിക്കുന്ന സമയം ദൈവം അവിടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം. അവിടെ ഞാൻ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കണം. 1 മുതൽ അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്നും മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു.
ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ നിരാശരായി വല കഴുകിക്കൊണ്ടിരുന്ന മുക്കുവനായ ഈ പത്രോസിൻ്റെ അടുക്കിലേക്ക് കർത്താവ് വന്നിട്ട് പറയുക, പത്രോസേ, ഈ പടക് ഒരല്പം ആ വെള്ളത്തിലേക്കൊന്ന് നീക്കിയേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതിന്മേൽ ഇരുന്നുകൊണ്ട് വലിയ പുരുഷാരം വന്നതുകൊണ്ട് അവരോട് ഉപദേശിക്കുക. അപ്പോൾ ഞാൻ കരുതുന്നു വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസ് തൻ്റെ വലകൾക്കൊക്കെ മാറ്റി കർത്താവിൻ്റെ ഉപദേശം ശ്രദ്ധിച്ചു. അത് ശ്രമിച്ച് ആ ഉപദേശം കഴിഞ്ഞ ഉടനെ പത്രോസിനോടൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു വചനം എന്താ പറഞ്ഞേ? അപ്പോൾ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോൾ നമുക്കറിയാം സാധാരണ എല്ലാം മീൻ പിടിക്കുന്ന സമയം അത് രാത്രിയാമത്തിലാണ്. കാരണം പകല് വല വീശിയാൽ അതിന് നിഴലുകൊണ്ട് മീനെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഓടിപ്പോകും, മീൻ കിട്ടിയില്ല. എന്നാൽ ഇവിടെ രാത്രി മുഴുവനും അധ്വാനിച്ച് ഇവർ രാവിലെ കരയ്ക്ക് അടഞ്ഞിരിക്കുക. എന്നിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു കറിക്കുള്ളത് പോലും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചവർ വന്നിരിക്കുക. ഇപ്പോൾ അവർ വളരെ നിരാശയിലായിരുന്നു. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് കർത്താവ് അവിടെ വരുന്നതും ശിമോൻ്റെ പടകിൽ കയറി ഉപദേശിക്കുന്നതും. എന്നാൽ ഈ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് അവൻ്റെ ആ ചിന്താഗതിക്കൊക്കെ വലിയ മാറ്റമുണ്ടായി, വലിയ സമാധാനം ഉണ്ടായി. അതുകൊണ്ടാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഒരു തച്ചൻ്റെ മകനാ. തനിക്ക് മീൻപിടുത്തത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, പൊതുവെയുള്ള അറിവിൽ. അതുകൊണ്ട് നല്ല ഉപദേശമൊക്കെ ആയിരുന്നു. പക്ഷേ കടലും മീനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പരിചയം. അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തു പോരുന്ന കാര്യമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ മറ്റുള്ള ഉപദേശം പറയുന്നത് പോലെ മീൻപിടുത്തത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് എടുക്കാൻ പത്രോസിന് കഴിയും. എന്നാൽ പത്രോസ് ഇവിടെ തൻ്റെ കഴിവോ തൻ്റെ അറിവോ ഒന്നും പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറായില്ല. ഇവിടെ പത്രോസ് പറയുന്ന ഒറ്റ കാര്യം, നാഥാ, എന്താണ്? രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോൾ ഈ സമയത്ത് വലിയ പെരുത്ത മീൻകൂട്ടം അവിടെ വരുന്നതിനെക്കുറിച്ച് കർത്താവിനറിയാം. നമ്മൾ ചിന്തിക്കുക, വലിയ പെരുത്ത കൂട്ടം. ഇത് ഈ കരയൊന്നും വലിയ ദൂരെയൊന്നും അല്ല. അപ്പോൾ നമ്മളവിടെ കാണുന്നതിൻ്റെ 6-ാം വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. നോക്കണേ, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. നോക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലുതാ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാരം ഒരു മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും. കർത്താവിന് പത്രോസിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഒന്നും പത്രോസ് അറിഞ്ഞില്ല. എന്നാൽ തൻ്റെ ഒരു പ്രഥമ ശിഷ്യനായി കർത്താവ് പത്രോസിനെ കണ്ടിരുന്നു. തൻ്റെ ശിഷ്യനാക്കി മാറ്റാനായിട്ട് കർത്താവ് കണ്ട വഴികൾ എത്ര വലുതാണ്.
ദൈവത്തിൻ്റെ വഴികൾ അത്ര ഉന്നതമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും നന്നായിട്ട് അറിയാം. നമ്മളെ നന്നായി അറിയുന്നവരാണ് നമ്മുടെ കർത്താവ്. ആരെക്കുറിച്ചും ഇവിടെ ഇത് പത്രോസിൻ്റെ അനുഭവം. ഇനി നമുക്കറിയാം കർത്താവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയമായപ്പോൾ പെസഹ ആചരിക്കാനുള്ള സമയമായി. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പെസഹ എവിടെ ഒരുക്കണ്ടേ? അപ്പോൾ ആ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞയക്കുന്ന ഒരു സംഭവം വളരെ വിലപ്പെട്ടൊരു സംഭവമാണ്. നമ്മൾ ലൂക്കോസിൻ്റെ തന്നെ 22-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യാക്കോബിനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് ചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. നോക്കുക, എത്ര അത്ഭുതം അല്ലേ! എന്ന് പറഞ്ഞാൽ ഓരോ നീക്കങ്ങളെയും കർത്താവ് അറിയുന്നു. നമ്മുടെ കർത്താവ് അറിയാത്ത ഒരു കാര്യവുമില്ല എന്നാ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ പോകുന്നു. അപ്പോൾ ഇതാ ഒരു കുടം വെള്ളവും ചൂന്നുകൊണ്ടൊരു വ്യക്തി വരുന്നു. അവനോട് കൂടെ പോകുന്നു. ആ വീട്ടുടയവനോട് ഗുരു പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരുക്കപ്പെട്ട ഒരു വലിയ വൻമാളിക കാണിച്ചു കൊടുക്കുന്നു. നോക്കുക, ഈ പ്രേരണയെല്ലാം കൊടുത്തത് ആരാ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചിന്താഗതികളെ പോലും, അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും അവരുടെ ചിന്താഗതികളിൽ പോലും ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ചിന്തകളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ മനസ്സ് എങ്ങോട്ട് തിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹിക്കുന്നു അങ്ങോട്ട് തിരിക്കാൻ കഴിയും, എല്ലാം കഴിയും. ചിന്തിക്കുക, എത്ര അത്ഭുതകരമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നേ. സക്കായി എന്നെ കാണരുത്, എനിക്ക് ദൈവത്തെ കാണണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആ കാട്ടത്തി മരത്തിൻ്റെ കീഴെ വരുമ്പോൾ കർത്താവ് മുകളിലേക്ക് നോക്കി പറയാണ്, സക്കായിയെ. നോക്കുക, ഇങ്ങനെയൊരു സക്കായി അവിടെ മുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അവിടെ ഇരിക്കുന്നത് കർത്താവ് അറിയുന്നു. പേർ ചൊല്ലി വിളിക്കുന്നു. അവനോട് കൂടെ അവൻ്റെ ഭവനത്തിൽ പാർക്കുവാനായിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കർത്താവ് കണ്ട് പേർ ചൊല്ലി വിളിച്ചതാണ്. നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ഈ കർത്താവിൻ്റെ വിളി കേൾക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നെ കർത്താവ് വിളിച്ചോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തോ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിയണം. ഈ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ എന്ന് നമ്മൾ 2 പത്രോസ് 1:10 വായിക്കുന്നുണ്ട്. നിശ്ചയമായും നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ഒരു അറിവുള്ളവരായിരിക്കണം. ഇവിടെ കർത്താവ് കൃത്യതയോടുകൂടി ആ കാര്യം ചെയ്യുന്നതായിട്ട് പെസഹ ആചരണത്തിനുള്ള ക്രമീകരണങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യം അതുപോലെ അത്ഭുതാവഹമായി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും തൻ്റെ സമയം മനസ്സിലാക്കിയായിരുന്നു. കാരണം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. ഉണ്ടോ? അപ്പം തൻ്റെ ജീവിതം, ഈ ലോക ജീവിതത്തിലെ സമയം, ആ സമയത്ത് താൻ എവിടെയായിരിക്കണോ, എങ്ങനെയായിരിക്കണോ, എന്തായിരിക്കണം എന്നതിൽ കൃത്യമായിട്ട് കർത്താവിന് അറിയാം. നോക്കുക, സമയത്തിന് അനുസരണമായ നീക്കങ്ങളാണ്. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അവിടുന്ന് ഇതെല്ലാം
സകലവും അറിയുന്നു. അപ്പം നമുക്കറിയാം, പത്രോസ് കർത്താവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. ഈ 3 വട്ടം തള്ളി പറയുക മാത്രമല്ല, കർത്താവിനെ കണ്ട പത്രോസ് വീണ്ടും വലയും വള്ളവുമായി മീൻ പിടിക്കാൻ പോയി. തൻ്റെ കൂടെ മറ്റ് ചില ശിഷ്യന്മാരും തന്നോട് കൂടെ പോകാനിടയായി. അവർ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. വീണ്ടും അവർ മടങ്ങി വരുമ്പോൾ കടൽക്കരയിൽ കർത്താവ് നിൽക്കുകയാണ്. കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി, നല്ല ഫ്രഷ് ബ്രേക്ക്ഫാസ്റ്റ്, തീയിൽ വറുത്ത മീനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുക. അപ്പോൾ അവർ വന്നു, അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്ത ശേഷം കർത്താവ് പത്രോസിനോട് 3 വട്ടം ഒരേ ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ 3-ാം വട്ടം ചോദിച്ചപ്പോൾ പത്രോസിന്റെ ഹൃദയം നുറുങ്ങി. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്യം, വിശദമായിട്ടെല്ലാം പറയണ്ടല്ലോ, യോഹന്നാൻ 21:17 അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. നോക്കുക, 3-ാമത്തെ പ്രാവശ്യം പത്രോസ് പറയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു. പത്രോസിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ടച്ച് ചെയ്യുക. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ് മക്കളെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അറിവ്, കർത്താവ് വീണ്ടും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള സംഭവത്തിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ, പിന്നെ നമ്മൾ യോഹന്നാൻ 16-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അതിനവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നു എന്ന് ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഉണ്ടോ? നീ സകലവും അറിയുന്നു. നോക്കുക, കർത്താവിന് സകലവും അറിയാം, അവിടത്തേക്ക് അറിയാത്ത ഒന്നുമില്ല. അപ്പോൾ താൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു, ഈ ലോകത്തു നിന്നും വീണ്ടും താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ പോകുന്നു. ആ സമയമായി. ഇതൊക്കെ കൃത്യമായിട്ട് കർത്താവിന് അറിയാം. ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാനുഷികമായ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്നുള്ള ഒരു സാക്ഷ്യത്തിന് ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യന്റെ അവസ്ഥ കർത്താവിനറിയാം. നമ്മളത് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 24-25, യേശുവോ എല്ലാവരെയും അറിയുന്നുണ്ട്. കണ്ടോ? കുറച്ചുപേരെ അല്ല, കർത്താവിന് എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കണ്ടോ? എല്ലാവരെയും അറിയുന്ന നമ്മുടെ കർത്താവ്. നോക്കുക, നമ്മുടെ കർത്താവിൻ്റെ അറിവ്. കർത്താവിൻ്റെ ഈ അറിവിനെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരൊക്കെ അതിശയിക്കാനിടയായി. അവർ പറയുന്ന കാര്യം കേൾക്കണം, കർത്താവിൻ്റെ അറിവിനെക്കുറിച്ച്. കാരണം ഇത് മറ്റെങ്ങും കാണാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ അവരെക്കുറിച്ച്, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും പ്രഭാഷണങ്ങളെക്കുറിച്ചും ഒക്കെ വിലയിരുത്തിയ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്ന ഒരു കാര്യം, പിന്നെ അവിടെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 54 മുതൽ, അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? അവർ വിസ്മയിച്ചു. അപ്പോൾ അവിടുത്തെ ഉപദേശം, അവിടുത്തെ വീര്യപ്രവൃത്തികൾ, ഇതെല്ലാം കണ്ട് ജനങ്ങൾ വിസ്മയിക്കുക. എന്നിട്ട് അവർ തന്നെ പറയുന്നത് കേൾക്കണം, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? അവരുടെ അറിവും പ്രകാരം അവർ തച്ചനായ യോസഫിന്റെ മകനാണെന്നാണ് കണക്കാക്കുന്നത്. ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നവർ അല്ലയോ? അപ്പം മറിയത്തിന് യോസഫിൽ യേശു പിറന്ന ശേഷം
4 ആൺമക്കളും ചില പെൺമക്കളും. അത് 2 അധികമോ കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൺമക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അടുത്ത സഹോദരന്മാർ. അവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? അപ്പോൾ സഹോദരിമാർ, സഹോദരി ഒരു സഹോദരിയല്ല, പല സഹോദരിമാരുണ്ട്, ചുരുങ്ങിയത് 2 പേരെങ്കിലും. അപ്പം നോക്കുക, ഇന്ന് അനേകരും പറയുന്നത് മറിയത്തിന് വേറെ മക്കളില്ലെന്നൊക്കെയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന അവർ നോക്കുന്നില്ലെന്നാണ്, കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ദൈവമുള്ളവരെ, നിശ്ചയമായും വിശുദ്ധ മറിയം അവർ ഇന്ന് സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. അവരൊരു വിശുദ്ധയാണ്. നിശ്ചയമായും ഈ ലോകരക്ഷിതാവിനെ തൻ്റെ ഉദരങ്ങളിൽ പേറുവാനുള്ള ഭാഗ്യം ലഭിച്ച ഭാഗ്യവതിയാണ്. എന്നാൽ അവർക്ക് മനുഷ്യൻ പ്രത്യേകമായ ചില പദവികൾ കൊടുത്തിട്ട് അവരോട് വിളിച്ചപേക്ഷിക്കുന്നു, അവരെ വന്ദിക്കുന്നു. ഇതൊക്കെ ദൈവവചനത്തിനും അറിവില്ലായ്മയുടെയും കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണേ. അപ്പോൾ ഇവിടെ സാമാന്യ ജനങ്ങൾ പറയുന്ന കാര്യമാണ്, ഇവൻ അച്ഛൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് ഈ സഹോദരന്മാരെന്ന് പറയുന്നത് ശിഷ്യന്മാരെ കുറിച്ചാണ്. അല്ലല്ല, മറിയയിൽ ജനിച്ച മക്കളെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായിട്ട് ഇവിടെ വളരെ ലളിതമായി ഏത് പൊട്ടനും മനസ്സിലാകുന്ന രീതിയിലല്ലേ. പൊട്ടനേക്കാളും പൊട്ടനാകാൻ ശ്രമിക്കുന്നത് എത്ര മോശമാണ്. എന്നിട്ട് പറയാണ്, അല്ലയോ ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ, ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. ഉണ്ടോ? കർത്താവിൽ ഇടറാത്ത മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്നാൽ അവരെല്ലാവരും ഇടറിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായും കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് ആരാണ്? ഞാൻ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. കൊളോസ്യ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനങ്ങളൊക്കെ ഗുപ്തമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. അവിടുന്ന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. ഇത് വീണ്ടും നമ്മൾ ഏകദൈവമെന്ന ഒരു വിഷയം ഞാൻ ഇതിനോട് ചേർന്നതിന് ശേഷം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അത് വിശദീകരിക്കാം. ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ നന്നായി അറിയാവുന്ന ഒരുവൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അത് നമ്മളെ ഭരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങൾക്കെല്ലാവർക്കും സത്യദൈവത്തെ അറിയാനും ആ ദൈവത്തോട് ചേർന്ന് കർത്താവിനെ മാത്രപ്പെടുത്തി ജീവിപ്പാനും ഒരു വിജയകരമായ ജീവൻ നയിപ്പാനും ശരിയായ സത്യദൈവത്തിലായിരിക്കാനും കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.